മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ വാക്പോര് രൂക്ഷം എന്നുള്ളതാണത്. രാജ്യത്തിനു വേണ്ടി പതിറ്റാണ്ടുകളായി സേവനമർപ്പിച്ച മുൻ പ്രധാനമന്ത്രിയോട് കേന്ദ്ര സർക്കാർ ബോധപൂർവം അനാദരവ് കാണിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ സ്മാരകം നിർമ്മിക്കുന്നതിലെ കോൺഗ്രസിന്റെ വീഴ്ചയെ ബിജെപിയും ചൂണ്ടിക്കാട്ടി. ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്നും എത്തുന്നുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ധനമന്ത്രി, RBI ഗവർണർ ഒക്കെയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് മുതൽ വിവാദങ്ങളും വാക്പോരുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥിതി. സ്മാരകം നിർമ്മിക്കുന്നതിൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ സംസ്കാരം നടന്ന സ്ഥലമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, BJPയും കോൺഗ്രസും തമ്മിൽ ഇങ്ങനെ വാക്പോര് മുറുകുന്ന ഒരു സ്ഥിതി. എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയടക്കം നൽകിക്കൊണ്ട് വലിയ ആദരവോടെയാണ് രാജ്യം അദ്ദേഹത്തെ വിട നൽകിയത്. അതിനു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക് കോൺഗ്രസും BJPയും എത്തുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനായുള്ള സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം, പ്രത്യേകം സ്ഥലം വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് സംബന്ധിച്ച് കോൺഗ്രസ് അമിത്ഷായെയും അതോടൊപ്പം പ്രധാനമന്ത്രിയെയും കാണുകയും നേരിട്ട് ഈ വിഷയം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു കത്ത് വരുന്നു. ആഭ്യന്തര മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇത്തരത്തിലൊരു സ്ഥലം അനുവദിക്കാൻ ഇപ്പോൾ പ്രയാസമുണ്ട്, പകരം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് തന്നെ സ്മാരകം നിർമ്മിക്കാം എന്നുള്ളൊരു കാര്യമാണ് അവർ വൈകി അത്തരത്തിലൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ ഇതിൽ വലിയ ആദരവാണ് വലിയ അനാദരവ് കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിനോട് കാണിച്ചു. അത് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം BJP ഈ വിഷയത്തെ കാണുന്നത് ഇത് അനാവശ്യമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദമാണ്. കൃത്യമായും ഒരു സ്ഥലം അനുവദിക്കുന്നതിനും സ്മാരകം നിർമ്മിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. പക്ഷേ ഇതുപോലെ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം നടപടികൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു സംസ്കാരത്തിനായി നിഗംബോധ് ഘട്ട് തന്നെ തീരുമാനിക്കേണ്ടി വന്നത് എന്നൊരു മറുപടിയാണ് BJP നൽകിയത്. എന്നാൽ ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ പോരിലേക്ക് കോൺഗ്രസും BJPയും പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഈ മൻമോഹൻ സിംഗിനെ പലതവണ ആക്ഷേപിച്ചിട്ടുള്ള പല നേതാക്കളും ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസിനുള്ളിലെ പണ്ടത്തെ കുറേയധികം ആയിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മാത്രമല്ല, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവുവിന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് സ്മാരകം നിർമ്മിച്ചു നൽകാത്തത് എന്നൊരു പരിഹാസം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. അത്തരത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കാത്തവരാണ് ഇപ്പോൾ പുതിയൊരു വിവാദവുമായി വന്നിരിക്കുന്നത്. ആ തരത്തിലേക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി BJPക്കാവുന്നു. എന്നാൽ BJPക്ക് തിരിച്ചടിച്ചുകൊണ്ടാണ് കോൺഗ്രസും മറുപടിയുമായി രംഗത്ത് വന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തിയത്. അടൽ ബിഹാരി വാജ്പേയിക്ക് നിങ്ങൾ സ്മാരകം നിർമ്മിച്ചു നൽകിയല്ലോ, എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ ഇങ്ങനെ അദ്ദേഹത്തോടൊരു അനാദരവ് നിങ്ങൾ കാണിക്കുന്നത്? ഇത് ബോധപൂർവമായി ചെയ്യുന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ KC വേണുഗോപാൽ പറയുകയാണ്. അത്തരത്തിൽ ഈ വിഷയം സംബന്ധിച്ച വലിയൊരു വിവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പോരിലേക്ക് കോൺഗ്രസും BJPയും കടക്കുന്ന കാഴ്ച തന്നെയാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഏറ്റവും മഹനീയനായ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് മൻമോഹൻ സിംഗ്. അതിലൊരു സംശയവുമില്ല. അത്തരത്തിലൊരു സ്മാരകം നൽകുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. അതേസമയം ഈ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളിലേക്കാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ പോര് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമാണ്. അദ്ദേഹത്തിന് എല്ലാ ആദരവോടും കൂടെ കഴിഞ്ഞ ദിവസം രാജ്യം വിട നൽകുമ്പോൾ ഈ പാർട്ടിക്കകത്ത്, അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഈ വിഷയത്തെ തുടർന്നുണ്ടാകുന്നൊരു പോര്
ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത് അവരെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതും ഈ ഒരു വാർത്തയോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പ്രിയ, സ്വാതി, വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ സമീപനം എന്താണ്? ഇക്കാര്യത്തിൽ BJP പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്കാര ചടങ്ങുകളിൽ കുടുംബത്തിന് വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകിയില്ല, മുൻനിരയിൽ കസേര നൽകിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും മൻമോഹൻ സിംഗിനെ തഴയുന്ന സമീപനമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് BJP രംഗത്ത് വരുന്നത്. ഈ കുടുംബത്തിനും അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ളവരുമൊക്കെ ഇതിൽ പ്രതികരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? അതായത് പ്രിയ, കഴിഞ്ഞ ദിവസം, അതായത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം. അതായത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സ്ഥലം അനുവദിക്കണം, സ്മാരകം അവിടെ തന്നെ ഉയരണം എന്നുള്ള ആഗ്രഹമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അത് അത്തരത്തിലേക്ക് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അതിലൊരു മൗനം തുടരുന്ന സമീപനം, അല്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കട്ടെ എന്നൊരു സമീപനം BJP സ്വീകരിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി, അതോടൊപ്പം ഈ രാജ്യം അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് ഇത്തരത്തിൽ സ്മാരകവും ഒരു പ്രത്യേക സ്ഥലം സംസ്കാരത്തിനായി അനുവദിക്കാത്തതിൽ അനാദരവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നാലെയാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു കുറിപ്പ് പുറത്തുവിടുന്നത്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, ഇത് അനാവശ്യമായിട്ടുള്ള വിവാദമാണ്. കുടുംബത്തിന് കൃത്യമായൊരു മറുപടി ഞങ്ങൾ നൽകുന്നു എന്ന തരത്തിലാണ് ആ കുറിപ്പിലേക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനായി സ്ഥലം അനുവദിക്കും, എന്നാൽ ഇപ്പോൾ പറ്റില്ല എന്നുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു നിലപാടാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കുറിപ്പിൽ തന്നെ പറയുന്നത്, ഈ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കും കുടുംബത്തിനും ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രസ്റ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു സ്ഥലം അനുവദിക്കുകയും അല്ലെങ്കിൽ ഒരു സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കുകയും ചെയ്യാൻ കഴിയൂ. അത്തരം നടപടികൾ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് നടക്കട്ടെ എന്നൊരു കാര്യമാണ് അവർ കുടുംബത്തെ അറിയിക്കുകയും ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കുറിപ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. അപ്പോൾ കുടുംബത്തിന് ഇത് സംബന്ധിച്ച് വലിയ അതൃപ്തി ഉണ്ടെന്ന് ഉള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും എവിടെയും കണ്ടില്ല. അതേസമയം നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുന്നത്. ഈ വിഷയത്തെ ഒരു വലിയ വിവാദമാക്കിക്കൊണ്ട് പരസ്പരം വാക്പോരിലേക്ക് കടക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് BJPയും പിന്നെ തിരിച്ച് പരിഹസിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. PV നരസിംഹറാവുവിന് നൽകാത്ത ഒരു അംഗീകാരം, അല്ലെങ്കിൽ കോൺഗ്രസ് നരസിംഹറാവുവിന് സ്മാരകം പണിയുന്നതിന് വേണ്ടി എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. പ്രിയ.